മുഖ്യമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന പ്രതിപക്ഷ വിമർശനം തള്ളി മന്ത്രിമാർ. അധികാരത്തിൽ എത്തും മുമ്പ് ഇടതുപക്ഷം വാഗ്ദാനം ചെയ്ത ക്ഷേമ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വിഷമം കൊണ്ടാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചു. എന്നാൽ ജനങ്ങളെ സർക്കാർ കബളിപ്പിക്കുകയാണെന്ന ആരോപണത്തിൽ ഉറച്ചുനിൽക്കുകയാണ് പ്രതിപക്ഷം. ക്ഷേമ പെൻഷനുകളിലെ വർധനവടക്കമുള്ള സർക്കാർ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന പ്രതിപക്ഷ വിമർശനം പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രിമാർ. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ജനക്ഷേമം ഉറപ്പാക്കാനാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഹലോ മലയാളത്തിൽ പറഞ്ഞു. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ് LDF സർക്കാരിൻ്റെ മുഖമുദ്ര. അത് വെറൊരു പ്രഖ്യാപനത്തിനോ പ്രചരണത്തിനോ വേണ്ടി മാത്രമല്ല, ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത്, അല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്നതല്ല. ഇത് നടത്താൻ വേണ്ടിയിട്ടാണ്, നടക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുമാണ്. സർക്കാരിന്റേത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന ആരോപണം മന്ത്രിമാരായ വി.എൻ. വാസവനും ജെ. ചിഞ്ചുറാണിയും തള്ളി. ഇപ്പോൾ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും 6-7 മാസമുണ്ടല്ലോ. ഇപ്പൊ നടക്കാൻ പോകുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതും ഇതുമായി ബന്ധമില്ലല്ലോ. അപ്പൊ അവര് പറയുന്നതിന് ഒരു അല്ല, ചർച്ച ചെയ്യുമ്പോഴായിക്കോട്ടെ. ഇത് നമ്മൾ നേരത്തെ നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. നമ്മൾ വന്നാൽ ഇതൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നടപ്പായിക്കൊണ്ടിരിക്കുന്നു. അത് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ, നവംബർ 1 ദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പൊ ഇത് കുറച്ച് നേരത്തെ പ്രഖ്യാപിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് UDFന്റെ ആരോപണം. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പൊ 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്. സർക്കാരിന്റേത് പൊടിക്കൈയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഇതൊരു പൊടിക്കൈ മാത്രമാണ്. എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത്? ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞു. എത്ര കൊല്ലം കഴിഞ്ഞു? എത്ര മാസം കഴിഞ്ഞു? തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ പോലും ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച ഓണറേറിയത്തിൽ തൃപ്തരല്ലെന്നാണ് തിരുവനന്തപുരത്ത് SUCIയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ നിലപാട്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് സമരത്തിന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.